പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കഴിഞ്ഞ 46 വർഷങ്ങളായി രോഗങ്ങളില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു സന്തോഷവും അതിൻ്റെ വഴികളുമൊക്കെയാണ് ഞാൻ കഴിയുന്നത്ര പ്രചരിപ്പിക്കുകയും അത്തരത്തിൽ രോഗങ്ങളില്ലാതെ ജീവിക്കാൻ കഴിയുന്നത് പോലെ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെനിക്ക് നിറഞ്ഞ സന്തോഷമുണ്ട്. അനേകം കുടുംബങ്ങൾ ഇന്ന് കേരളത്തിൽ ഒരു രോഗവുമില്ലാതെ ആനന്ദകരമായി ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. ഒരു മരുന്നും കഴിക്കാതെ, ഒരു രോഗത്തെയും പേടിക്കാതെ ധീരമായ ജീവിതം, ലളിതമായ ജീവിതം, ഏറ്റവും സുന്ദരമായ ജീവിതം, ഫലപ്രദമായ ജീവിതം. ഓരോരോ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ എവിടെ പോയാലും അവിടെയെല്ലാം നേച്ചർ ലൈഫ് ടി വി ഫോളോ ചെയ്യുന്നവർ, നേച്ചർ ലൈഫിൽ കിടന്ന് ചികിത്സ കഴിഞ്ഞവർ, അവരുടെ ബന്ധുക്കൾ പലരും ഒന്ന് പരിചയപ്പെടും, സന്തോഷം പറയും. യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും എല്ലാമായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനത്തെ സഹായിക്കുന്നവർ, കഴിയുന്നത്ര ആളുകളെ പ്രകൃതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായി ഈ പ്രചരണം ഏറ്റെടുത്ത് നടത്തുന്നവർ, പ്രത്യേകിച്ച് നമ്മുടെ ചികിത്സ കഴിഞ്ഞു പോയിട്ടുള്ളവർ, നമ്മുടെ പ്രഭാഷണങ്ങൾ കേട്ട് ജീവിതത്തിൽ മാറ്റമുണ്ടാക്കിയിട്ടുള്ളവരൊക്കെ വലിയ ഒരു പ്രചരണ പ്രവർത്തനമാണ് പ്രകൃതി ജീവനത്തിന് വേണ്ടി നടത്തുന്നത്. അത് എനിക്ക് വേണ്ടിയിട്ടോ നേച്ചർ ലൈഫിന് വേണ്ടിയിട്ടോ എന്നതിനേക്കാൾ കൂടുതലായി ആനന്ദം പങ്കുവയ്ക്കുകയാണ്. തങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം, തങ്ങൾക്ക് കിട്ടിയ രോഗമില്ലാത്ത ജീവിതം, ആരോഗ്യ ജീവിതം കഴിയുന്നത്ര ആളുകളിലേക്ക് നൽകുന്നതിലുള്ളൊരു സന്തോഷം കൊണ്ട് കൂടാണ്. സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട്. എല്ലാ മാസവും കൃത്യമായൊരു തുക നൽകുന്നവരുണ്ട്. 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു സഹായം ഈ ചാനലിലൂടെ അഭ്യർത്ഥിച്ചപ്പോൾ ധാരാളം സുഹൃത്തുക്കൾ അവരുടെ കഴിവനുസരിച്ച് സഹായിക്കുകയുണ്ടായി. ഇപ്രാവശ്യം അല്പം കൂടെ ഗൗരവമായി ഞാൻ നിങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. കുറെ കൂടെ വലിയ ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ഒരു പ്രയത്നത്തിലാണ് ജനാരോഗ്യ പ്രസ്ഥാനവും നേച്ചർ ലൈഫും. ഒക്ടോബർ 2 തുടങ്ങി 10 വരെ ശബരി ആശ്രമത്തിൽ നമ്മുടെ ഉപവാസം നടക്കുകയാണ്. വരണം. ഒരു ദിവസം തുടങ്ങി പരമാവധി ദിവസങ്ങളിലുള്ള ഉപവാസത്തിന് നമ്മളെല്ലാവരും അവിടെ ഉണ്ടാകും, സഹായങ്ങളുണ്ടാകും. കഴിയുന്നത്ര ഉപവസിക്കാൻ നിങ്ങൾ തയ്യാറാവണം. അതാണ് ഒരു കാര്യം. ആഗസ്റ്റ് 6 തുടങ്ങി 9 വരെ ഹിരോഷിമ ഡേ ടു നാഗസാക്കി ഡേ ഈ ഉപവാസം നടത്താൻ നാം തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ പ്രളയവും മരണവുമൊക്കെയായി കേരളം ആകെ ഒരു ശ്മശാന മൂകതയിലേക്ക് വന്നപ്പോൾ അങ്ങനെ ഒരു പരിപാടി നടത്താൻ നമുക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ട് നീട്ടിവെച്ചതാണ്. അന്നത്തെ ആ പരിപാടിക്ക് വേണ്ടി ബാനറുകളും സ്റ്റേജ് ബാനർ തുടങ്ങിയിട്ട് എല്ലാ ഒരുക്കങ്ങളും ചെയ്തതാണ്. നല്ലൊരു തുക അതിന് ചിലവാക്കേണ്ടി വന്നിരുന്നു. ഇപ്രാവശ്യം അത് വീണ്ടും നമുക്ക് ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നു. മറ്റൊന്ന്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ നേച്ചർ ലൈഫ് കുറച്ച് പ്രൊമോട്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യ പ്രവർത്തനം നടത്തി പരിചയമുള്ളവർ, റിട്ടയർ ചെയ്ത ആശാപ്രവർത്തകരാകാം, സ്വാശ്രയ സംഘങ്ങളുടെ പ്രവർത്തകരാകാം. സംഘടിപ്പിക്കാനും മറ്റുള്ളവരിലേക്ക് ആശയങ്ങൾ പടർന്നു കൊടുക്കാനും സാധിക്കുന്ന പ്രവർത്തകരെ കേരളമൊട്ടാകെ കണ്ടുപിടിക്കാനാണ് നാം തീരുമാനിച്ചിട്ടുള്ളത്. അവർക്ക് നല്ല ഒരു ശമ്പളം കൊടുത്തുകൊണ്ട് തന്നെ അത് ചെയ്യണമെന്നുള്ളതാണ് നാം പ്ലാൻ ഇടുന്നത്. നിരവധി കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കും. വളരെ ലളിതമായ കാര്യങ്ങളാണ്. അല്പം സാമൂഹ്യ പ്രവർത്തന പരിചയമുള്ളവർ, ക്ലാസ്സുകൾ എടുക്കാൻ കഴിവുള്ളവർ, ജനങ്ങൾക്കിടയിൽ സംസാരിച്ച് ആളുകളിലേക്ക് ഈ ആശയം പ്രചരിപ്പിക്കാൻ കഴിവുള്ളവരെയാണ് നാം അതിലേക്ക് പരിഗണിക്കുന്നത്. താല്പര്യമുള്ളവർ അപേക്ഷിക്കേണ്ട നമ്പർ 9496044515. അതിലേക്ക്
വിളിക്കുകയും വാട്സപ്പ് സന്ദേശം അയക്കുകയും ചെയ്യാം. അതേപോലെ ഈ ഓണക്കാലത്ത് സാധാരണയായി ഓണസമയത്ത് അത്യാവശ്യം സഹായം ചെയ്യുന്നവരുണ്ട്, ഞാൻ സഹായിക്കുന്നവരുണ്ട്, വളരെ വളരെ അർഹതയുള്ളവർ. അതുകൂടാതെ ഖാദി മേഖലയിലെ ജീവനക്കാരുടെ കാര്യം വളരെ കഷ്ടമാണ്. മാസം വളരെ തുച്ഛമായ ശമ്പളം കിട്ടുന്നവർ. തിരുവനന്തപുരത്തെ കേന്ദ്രത്തിലാണെങ്കിൽ കഴിഞ്ഞ 9 മാസമായി ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പണിയില്ല. 100-300ഓളം കുടുംബങ്ങൾ വളരെ ദയനീയാവസ്ഥയിലാണ്. അവരെ നമുക്കൊന്ന് സഹായിച്ചേ തീരൂ. അതേപോലെ നേച്ചർ ലൈഫിൻ്റെ പുതുതായി വരുന്ന കേന്ദ്രം നെടുമ്പാശ്ശേരിക്കടുത്ത് അതിൻ്റെ പണികൾ ആരംഭിക്കേണ്ട സമയമായി. സ്ഥലം വാങ്ങുന്നതിന് പലരും സഹായിച്ചിരുന്നു. അതിൻ്റെ പണികൾ നടത്തേണ്ട ഒരവസ്ഥയിൽ അതിലേക്കും നമുക്കൊരു ഫണ്ട് ഉണ്ടാവേണ്ടതുണ്ട്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ മാസം 1 ലക്ഷത്തോളം രൂപ വരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ജംഗ്ലി റമ്മിയുടെ തുടങ്ങി നമുക്ക് പറ്റാത്ത പരസ്യങ്ങൾ പലതും വരാൻ തുടങ്ങിയപ്പോൾ വേണ്ട, ആ പണം നമുക്ക് വേണ്ട എന്ന് തീരുമാനിച്ച് പരസ്യങ്ങളില്ലാതെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ നടക്കുന്നത്. ഒരു വർഷം നമുക്ക് കിട്ടാമായിരുന്ന 10 ലക്ഷത്തിനും 15 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു തുക വേണ്ട എന്ന് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ വന്ന് ചികിത്സ എടുക്കുന്നവർ തരുന്ന പണം, വലിയൊരു വാടക, ശമ്പളം, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും ചിലവ്, പിന്നെ മറ്റ് കാണാത്ത അനവധി ചിലവുകൾ വരും. അവിടെ കിട്ടുന്ന തുക കൊണ്ട് നമുക്കധികം വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയുണ്ട്. പ്രകൃതി ഹോട്ടലുകൾ നമുക്ക് 2 ഉണ്ട്. അത് നടന്നു പോകുന്നത് തന്നെ വലിയൊരു കാര്യം. അങ്ങനെ ഒരു ലാഭം അവിടെ നിന്നും നമുക്ക് ഉണ്ടാകുക പ്രയാസമാണ്. തുടങ്ങിയ പലരും നിർത്തിപ്പോയത് അതൊക്കെ കൊണ്ടാണ്. പക്ഷെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതിനിടയിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഹോസ്പിറ്റൽ കുറച്ചുകൂടെ നന്നായിട്ട് പണിയാനും നെടുമ്പാശ്ശേരിയിലെ പുതിയ സെൻറ്ററിൻ്റെ പണികൾക്കും വേണ്ടി ഒരു ലോണ്, അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വാസ്തവത്തിൽ ആക്സിസ് ബാങ്കിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ നമ്മളുടെ ചികിത്സയ്ക്ക് വന്നു, നല്ല മാറ്റമായി. അദ്ദേഹത്തിൻ്റെ നിർബന്ധവും പ്രേരണയും ഒക്കെയാണ് ലോണ് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ചാടി ഇറങ്ങിയതാണ്. പക്ഷേ ആക്സിസ് ബാങ്ക് നന്നായിട്ടൊന്ന് പറ്റിച്ചു, ചതിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവർ 1.25 ലക്ഷത്തോളം പ്രോസസ്സിങ് ഫീ ഒക്കെ വാങ്ങി ലോൺ ഇപ്പം തരുമെന്നുള്ള രീതിയിൽ പല പ്രാവശ്യം വന്നു, സംസാരിച്ചു, കണ്ടു. എല്ലാ റെക്കോർഡും നമുക്ക് 10-25 കൊല്ലമായിട്ട് ഓഡിറ്റിംഗ് നടത്തി പോകുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടേത്. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാൻ പറ്റില്ല, ലാഭം വേണ്ടത്ര ഇല്ല. ഞാൻ പറഞ്ഞു, നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാനിത് ലാഭത്തിന് വേണ്ടി ആർത്തി പിടിച്ച് നടത്തുന്ന ഒരു ഏർപ്പാടല്ല. ജനങ്ങൾക്ക് കഴിയുന്നത്ര സഹായം ചെയ്യുന്നതാണ്. വരുന്ന രോഗികളെ പ്രകൃതി രീതികൾ പഠിപ്പിച്ചു കൊടുക്കാതെ അല്പം രഹസ്യമൊക്കെ മാറ്റിവെച്ച് പ്രത്യേക ചികിത്സ ഉണ്ടെന്നെല്ലാം പൊതിഞ്ഞു പിടിച്ച് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ രോഗികൾ വീണ്ടും വീണ്ടും വരികയും മറ്റാർക്കുള്ളതിനേക്കാൾ കൂടുതൽ രോഗികൾ കഴിഞ്ഞ 10-45 കൊല്ലങ്ങൾക്കുള്ളിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലായിട്ടുണ്ട്. അവരാരെയും ഞാൻ അടിമയാക്കിയിട്ടില്ല. ഏത് രോഗം വന്നാലും എൻ്റെ അടുത്ത് വരണമെന്നല്ല, മേലിൽ ഇങ്ങോട്ട് വരരുത്, എല്ലാം പഠിപ്പിച്ചു തന്നിട്ടില്ലേ. രോഗമില്ലാതെ ജീവിക്കുക, നന്ദി, വീണ്ടും വരരുത് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സൗഹൃദ സന്ദർശനത്തിന് വരാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ഞാൻ വലിയ ലാഭം സാധാരണ ആശുപത്രികൾ ഉണ്ടാക്കുന്നതുള്ള ലാഭം ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ അഭിമാനമാണ്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ. പക്ഷെ അവർക്ക് ഇതൊന്നും അറിയണ്ട. അവർക്ക് ജേവന സേവനമൊന്നുമല്ല, അവർക്ക് അണാപ്പൈ ലാഭം ഇത്ര. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളൊരു. പക്ഷേ എൻ്റെ അക്കൗണ്ട് മുഴുവനും എന്ന് പറഞ്ഞ രീതിയിൽ ആക്സിസ് ബാങ്കിലാണ്. അവർക്കറിയാം ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ എടുത്ത ലോൺ, വീടിൻ്റെയും കാറിൻ്റെയും ലോണുകൾ തിരിച്ചടക്കാതെയൊന്നും ഇരുന്നിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ട് കൂടിയാണ് എനിക്ക് നിങ്ങളുടെ കാര്യമായ സഹായം ആവശ്യമുള്ളത്. ഒരൊറ്റ കാര്യം പ്രത്യേകം ഒന്ന് പറയാം. വിദേശത്ത് നിന്നുള്ളവർ ദയവായിട്ട് ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം അയക്കരുത്.
അക്കൗണ്ട് നമ്പർ ഇവിടെ താഴെ സ്ക്രീനിലും കാണിക്കുന്നുണ്ട്. വിദേശത്തു നിന്നുള്ളവരുടെ പണം വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളാണ്. വിദേശത്തുള്ള സുഹൃത്തുക്കൾ ധാരാളം പേര് സഹായിക്കാൻ തയ്യാറുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. പല പ്രാവശ്യം ഇങ്ങോട്ട് ചോദിച്ചിട്ട് ഞാൻ വരട്ടെ പിന്നീട് അറിയിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളവരുണ്ട്. അവർക്ക് നാട്ടിലുള്ള ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ നാട്ടിൽ വരുമ്പോഴോ തീർച്ചയായും സഹായിക്കാവുന്നതാണ്. നമ്മൾ എല്ലാവരുടെയും സഹായം കൊണ്ടാണ് നേച്ചർ ലൈഫ് മുന്നോട്ട് പോകുന്നത്. എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ കൊണ്ട് ഈ ഓണക്കാലത്ത് നിങ്ങളുടെ ആഘോഷത്തിൻ്റെ ഒരു ഭാഗം ഒന്ന് ചുരുക്കിയായാലും നേച്ചർ ലൈഫിനെ സഹായിക്കണം, എന്നെയും സഹായിക്കണം. അതുവഴി നിരവധിയായ പ്രവർത്തനങ്ങളെ കൂടെ സഹായിക്കണം. നന്ദി, നമസ്കാരം.